വൂജന്റെ കമ്പനിയുടെ 80ാമത്തെ വാർഷികത്തിന് വേണ്ടി വിഐപിസിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോളാകട്ടെ വൂജു അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതുവരെ കാണാതിരുന്ന പുതിയൊരാൾ കൂടിയുണ്ട്. അതായത് നമ്മുടെ സെക്രട്ടറി. സെക്രട്ടറി എങ്ങാനും വരികയാണെങ്കിൽ വൂജു ചെയർവുമന്റെ കൊച്ചുമോനാണെന്നുള്ള സത്യമൊക്കെ അറിയുമല്ലോ. വൂജുവും ഇപ്പോൾ അവര് വരുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് സെക്രട്ടറിയും സിഒയും കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് ട്രിപ്പൊക്കെ ജപ്പാനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യം സെക്രട്ടറിയും ഇപ്പോൾ കോൾ ചെയ്ത് അറിയിക്കുന്നു. ഇപ്പോൾ സെക്രട്ടറിയും സിഒയും കൂടി പോകുന്ന സമയത്താണ് ഫ്ലൈറ്റിൽ വെച്ച് ഡേവിഡിനെയും സെക്രട്ടറി കാണുന്നത്. ഡേവിഡും അവനോടായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാൽസ് ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഹോട്ടലിന്റെ പ്രതിനിധി അല്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് സെക്രട്ടറി ഡേവിഡിന്റെ അടുത്തായിട്ട് സംസാരിക്കുന്നതെങ്കിൽ പോലും ഡേവിഡ് ആകട്ടെ താനിപ്പോൾ ആ ഒരു ജോലിയെല്ലാം തന്നെ ഉപേക്ഷിച്ചു എന്നും ഇപ്പോൾ ടോക്കിയോ വരെ വെറുതെ പോവുകയാണെന്നുമൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ സെക്രട്ടറിയോട് സംസാരിച്ചത് ആരാണെന്ന് സിഒ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ യുഎസിലൊക്കെ ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ 2-3 തവണയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നാകട്ടെ അയാൾ കാൽസ് ഹോട്ടലിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾ ജോലിയൊക്കെ രാജിവെച്ചു എന്ന കാര്യം സെക്രട്ടറിയും പറയുകയാണ്. ഇൻവൈറ്റ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഒക്കെ മുത്തശ്ശീനെ പൂജ കാണിച്ചൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ കൂട്ടത്തില് നിന്റെ ഗേൾ ഫ്രണ്ടിനെയും കൂടി നീ വിളിക്കേണ്ടതായിട്ടുണ്ട്. അവളെ നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നീയും ശരിക്കും ഇങ്ങനെ വേണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് അവളെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് മുത്തശ്ശി പറയുമ്പോഴത്തേക്കും അവൾ വരുമോ എന്ന് അറിയുകയില്ല എന്ന രീതിക്കൊക്കെ പൂജവും സംസാരിക്കുന്നു. അവളെ വഴക്ക് പറഞ്ഞ് പോരു കുത്തുവാനായിട്ട് നിനക്കൊരു അമ്മയൊന്നും ഇല്ല എന്നും അതുപോലെ തന്നെ ആകെ ഉള്ളതൊരു മുത്തശ്ശി മാത്രമാണെന്നും മുത്തശ്ശിക്ക് പ്രായമായി വയ്യാതെ ഇരിക്കുകയാണെന്നുമൊക്കെ അവളോട് പറ. അങ്ങനെ വരുമ്പോഴത്തേക്കും അവളും നമ്മളെ സ്വീകരിച്ചോളും എന്ന രീതിക്കാണ് മുത്തശ്ശി സംസാരിക്കുന്നത്. പിന്നെ നിന്നെ എങ്ങാനും വിവാഹം കഴിക്കാമെന്ന് അവൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഏതൊരു സാധനവും അവൾക്ക് ഫ്രീ ആയിട്ടൊക്കെ കഴിക്കുവാനായിട്ടും സാധിക്കും. ഇത്രയധികം ഓഫേഴ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും അവൾ ഉറപ്പായിട്ടും നിന്നെ സ്വീകരിക്കുമെന്നാണ് മുത്തശ്ശി പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും മുത്തശ്ശി അതിന്റെ ഒക്കെ തന്നെ പണം മേടിക്കാറുണ്ടല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ജനിക്കുകയാണെങ്കിൽ നിനക്കും ഞാൻ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് നൽകാവുന്ന രീതിക്കാണ് മുത്തശ്ശിയും സംസാരിക്കുന്നത്. മുത്തശ്ശി പറഞ്ഞത് പ്രകാരം ഇപ്പോൾ പ്രോഗ്രാമിലേക്ക് മെറീനെയും പൂജ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ആൾക്കാരെങ്ങാനും അവിടെ എത്തിയാലോ എന്ന് സംശയത്തോടു കൂടി തന്നെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവരാരും എത്തില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് നിന്നെ ഞാൻ വിളിക്കുന്നതെന്നാണ് അവനും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന ദിവസമായിരിക്കുന്നു. മുത്തശ്ശിയുടെ മുമ്പിലേക്ക് പോകുവാനായിട്ട് ടെൻഷൻ അടിച്ച് നിന്നിട്ടുണ്ടായിരുന്ന മെറീനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ വൂച്ചു മുത്തശ്ശീനെ പരിചയപ്പെടുത്തുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിലവിൽ അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന കമ്പനിയുടെ സിഇഒ എന്ന രീതിക്ക് മാത്രമായിരുന്നു മെറീനെ മുത്തശ്ശിക്ക് അറിയാവുന്നത്. പക്ഷേ വൂജുവും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ നേരത്ത് മുത്തശ്ശിക്കും മറ്റൊരാൾ അവിടെ വന്നതുകൊണ്ട് തന്നെ അയാളെ സ്വീകരിക്കുവാനായിട്ട് പോകേണ്ടി വരികയാണ്. ഇപ്പോൾ നിലവിൽ ഫംഗ്ഷൻസും നടക്കുന്നു. മുത്തശ്ശിയും നിലവിൽ പ്രസംഗമൊക്കെ നടത്തുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ജപ്പാനിൽ നിന്നും സിഒയും സെക്രട്ടറിയും കൂടി ചേർന്നുകൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെ അങ്കിളിന് ഒരു കോൾ വരികയും അവർക്ക് വേണ്ടി VIP ടേബിളൊക്കെ ഒരുക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സെക്രട്ടറിയും സിഒയും ഉടനെ തന്നെ എത്തുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന വൂജുവും ഇപ്പോൾ മെറിക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മാറി നിന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കുകയാണ്. നിലവിൽ ആദ്യം മെറി വന്ന സമയത്ത് മെറിയോട് സംസാരിക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ സംസാരിക്കാമെന്നായിരുന്നു മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മുത്തശ്ശിയുടെ സ്പീച്ചൊക്കെ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല സെക്രട്ടറിയുടെ കൺമുമ്പിലൊന്നും പോയി പെടാതിരിക്കുവാനായിട്ട് മെറിയും എത്രയും വേഗം അവിടെ നിന്നും മാറാമെന്നും തീരുമാനിക്കുന്നു. ഇപ്പോൾ സിഒയും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. സെക്രട്ടറി ആകട്ടെ കാർ പാർക്ക് ചെയ്യുവാനായിട്ടും പോകുന്നു. ഈ ഒരു സമയത്ത് മെറിയും അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയും രണ്ടുപേരെ പറഞ്ഞയക്കുവാനായിട്ട് അവിടെ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഇരിക്കെ മെറിയും മുത്തശ്ശിയും പരസ്പരം കാണുന്നു. മെറിയും അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവുകയാണെന്ന് മുത്തശ്ശിയോട് പറയുമ്പോഴത്തേക്കും നീയും പൂച്ചയും തമ്മിൽ സ്നേഹത്തിലാണ് അല്ലേ എന്ന് മുത്തശ്ശിയും ചോദിക്കുകയാണ്. അവൻ ഞങ്ങളുടെ കമ്പനിയുടെ ടീം ലീഡ് മാത്രമല്ല മറിച്ച് എന്റെ കൊച്ചുമോൻ കൂടിയാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് നിന്നോട് ശരിക്കും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീയും ഫ്രീ ആകുന്ന സമയത്ത് വീട്ടിലേക്ക് വരണമെന്ന് മുത്തശ്ശിയും പറയുന്നു. അങ്ങനെ മുത്തശ്ശിയും അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും മുത്തശ്ശിയും മെറിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ സെക്രട്ടറിയും കേട്ടിട്ടുണ്ടായിരുന്നു. സെക്രട്ടറിയും സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പോൾ സിഒനെ കോൾ ചെയ്തതിനു ശേഷം നമുക്ക് മേയർക്ക് കൊടുക്കുവാനായിട്ടുള്ള വീടൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം അതൊക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് സിഒയോടും പറയുകയാണ്. അതിനുശേഷം സെക്രട്ടറി നേരെ നടന്നു വരുമ്പോഴത്തേക്കുമായിരുന്നു പൂജുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നോർമലായിട്ട് സെക്രട്ടറിനെ അകത്തേക്ക് വെച്ച് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പോലും നീയും മെറിയും തമ്മിൽ ശരിക്കും എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ ശരിക്കും വിവാഹം കഴിച്ചത് തന്നെയാണോ എന്നൊരു ചോദ്യം സെക്രട്ടറിയും അവനോടായിട്ട് ചോദിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തതായിട്ട് വുഡിയോ മാരിമീയുടെ 10th എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും സെക്രട്ടറിയുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണമെന്ന് അറിയാതെ ഊച്ചു നിൽക്കുന്നു.
അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ജിൻകുങ്ങും സെക്രട്ടറിയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് സെക്രട്ടറിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നേരത്തെ വൂജു അവിടെ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ജിൻകുങ്ങും പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വൂജുവിനെ കാണാതിരുന്നിട്ടുണ്ടായിരുന്ന അവളാകട്ടെ മെറീനെ അവിടെ വെച്ച് കാണുകയും കൂടാതെ മെറിയും മുത്തശ്ശിയും സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ സെക്രട്ടറി കേട്ടു എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. എനിക്ക് നേരത്തെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരാൾ അത് വൂജു ആണ്. അത് കൂടാതെ വൂജുവും മെറിയും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു സത്യമെല്ലാം തന്നെ നീയും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു കാണുമല്ലോ. അങ്ങനെയിരിക്കെ നീ ഇനി എന്താണ് ചെയ്യുവാനായിട്ട് പോകുന്നതെന്ന് ജിനിക്കും ചോദിക്കുമ്പോഴത്തേക്കും നിലവിൽ അവരുടെ വിവാഹം കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന സമ്മാനമായ ആ ഒരു വീട് ഞങ്ങൾ തിരിച്ചു മേടിക്കുന്നതായിരിക്കും. കൂടാതെ ലീഗലായിട്ടുള്ള നടപടികളും അവർക്കെതിരെ നടത്തുന്നതായിരിക്കുമെന്ന് സെക്രട്ടറി പറയുമ്പോൾ ശരിക്കും എന്തിനാണ് നിങ്ങൾക്ക് ആ വീട് ആവശ്യമായിട്ടുണ്ടായിരുന്നതെന്നുള്ള സത്യം ഞാനും ഇപ്പോൾ എല്ലാവരും തന്നെ അറിയിക്കുന്നതായിരിക്കുമെന്നാണ് ജിനിക്കും പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സെക്രട്ടറിക്ക് ഒരു ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ വീടിന് മുമ്പിലായിട്ട് ജിനിക്കും കാത്തുനിന്ന സമയത്താണ് സിഒയും സെക്രട്ടറിയും മേയറും കൂടി അതുവഴിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ മേയറും ഇതുപോലെ തനിക്ക് ആ ഒരു വീടൊക്കെ ആവശ്യമായിട്ടുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവളുടെ ഡാഷ് ക്യാമിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ആ ഒരു വിഷ്വൽസ് എല്ലാം തന്നെ സെക്രട്ടറിക്കും അവൾ കാണിച്ചു കൊടുക്കുകയാണ്. വൂജുവിനെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ വൂജുവിനെതിരായിട്ട് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സത്യങ്ങളെല്ലാം തന്നെ ഞാനും മീഡിയയ്ക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയിരിക്കെ നിങ്ങളുടെ കമ്പനിക്കായിരിക്കും കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാവുക എന്ന് ചിൻകുങ്ങും അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ ഇപ്പോൾ തിരിച്ചു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിഒയും നീ വീടൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായെന്ന് സെക്രട്ടറിയോടും ചോദിക്കുന്നു. പക്ഷേ തനിക്കൊരു തെറ്റ് പറ്റിയതാണെന്ന് മാത്രമായിരുന്നു സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ വൂജുവിന്റെ മെറിയുടെയും കാര്യം ഒന്നും തന്നെ പറയുവാനായിട്ടും അവൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഫംഗ്ഷൻ കഴിഞ്ഞിറങ്ങിയ സമയത്ത് നടന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ സിഒയും അവനെ അറിയിക്കുന്നത്. അതായത് അവിടെ നിന്നും ഇറങ്ങിയ സമയത്തായിരുന്നു ഡേവിഡും കാൽസ് ഹോട്ടലിന്റെ പേരില് ഡേവിഡിന്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുന്ന ബൊക്കെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്ന സിഒയും ഡേവിഡ് അതിനിപ്പോൾ കാൽസ് ഹോട്ടലിലൊന്നും അല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അവനെ കണ്ട സമയത്ത് അവനും ഹോട്ടൽ ജോലിയെല്ലാം തന്നെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹോട്ടലിന്റെ പേര് വെച്ച് അവൻ ബൊക്കെ അയച്ചതെന്നൊക്കെ സിഒ ചോദിക്കുമ്പോഴത്തേക്കും അങ്കിളാകട്ടെ അവൻ ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കത് അത്രയ്ക്ക് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് എന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. എങ്കിൽ പോലും മുത്തശ്ശിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡേവിഡിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണമെന്ന് മുത്തശ്ശിയും മുത്തശ്ശിയുടെ സെക്രട്ടറിയുടെ അടുത്തായിട്ട് പറയുന്നു. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന വൂച്ചുവും സെക്രട്ടറി നമ്മുടെ വിവാഹം കഴിഞ്ഞതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്കും എന്ത് പറയണമെന്ന് അറിയുകയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവിടെ ജിൻകുങ് എത്തിയത്. ജിൻകുങ്ങിനെ സെക്രട്ടറിനെ അറിയാമായിരുന്നു. സോ ജിൻകുങ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കായിരിക്കും സെക്രട്ടറിയുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ജിൻകുങ് നല്ല രീതിക്ക് തന്നെ ഡീൽ ചെയ്തോളുമെന്ന് വൂച്ചുവും പറയുകയാണ്. നമുക്ക് എന്തായാലും ഉടനെ തന്നെ മുത്തശ്ശിനെ ചെന്ന് കാണണം, എല്ലാ കാര്യങ്ങളും മുത്തശ്ശിനെ അറിയിക്കണമെന്നൊക്കെ അവനും പറയുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടി കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് മെറിയുടെ അനീതിയും എത്തിയിട്ടുണ്ടായിരുന്നത്. മെറിയുടെ അനീതി പെട്ടെന്ന് ആ ഒരു വീട്ടിലെ വൂജിനെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് ഞെട്ടുന്നുണ്ട്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യവും അതുപോലെ തന്നെ അവർ കിസ് ചെയ്യുകയാണെന്നുള്ള കാര്യവും എല്ലാം തന്നെ ഇപ്പോൾ അനീതി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അനീതി അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. പിന്നെ അനീതിയും അവളുടെ വീട്ടിൽ നിൽക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വൂജുവും പോവുകയാണ്.